അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ ഉടനീളം സുഖവും സന്തോഷവും എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അറിയാത്ത അറിവുകളിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം എല്ലാവരും ഖുർആൻ ഓതുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ നമസ്കാരങ്ങളിലൊക്കെ നാം ഖുർആൻ ഓതുമ്പോൾ നമുക്കറിയുന്ന ചില സൂറത്തുകളാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അങ്ങനെ ഒരു 10 സൂറത്തുകളായിരിക്കും ഒട്ടുമിക്ക ആളുകളും സൂറത്ത് ആയിട്ട് ഖുർആൻ ഓതാറുള്ളത്, നിസ്കാരത്തിൽ പ്രത്യേകിച്ചും. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നാം ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുകളാണ്, കൂടുതലായി ഓതുന്ന സൂറത്തുകളാണ് ഈ സൂറത്തുകളൊക്കെ. പക്ഷേ ആ സൂറത്തുകൾ ഓതുമ്പോൾ നമ്മളത് ശരിയാണോ തെറ്റാണോ എന്ന് നാം ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഒരു ചർച്ചയാണ് ഇന്ന് നാം ചെയ്യുന്നത്. ഈ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ കമൻറ്റുകളൊക്കെ നിങ്ങൾ അറിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നന്മയിൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായി ഓതേണ്ടതാണ്. അത് തെറ്റിയാൽ നിസ്കാരം തന്നെ ബാത്തിലാകും. അപ്പോൾ ഫാത്തിഹ ഓതുന്നത് പറയേണ്ടതില്ല. അതേ സ്ഥാനത്ത് സൂറത്ത് ഓതൽ സുന്നത്താണ്. ആ സുന്നത്തായ സൂറത്ത് നിസ്കാരത്തിലാണെങ്കിൽ തെറ്റുവരുത്തുമ്പോൾ അത് ശരിയല്ലല്ലോ. ആ തെറ്റ് നമ്മൾ തിരുത്തി തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ 1,00,000 ഖുൽ ഹുവല്ലാഹു ഓതുന്നതും അതേപോലെ തന്നെ പല പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുന്നവരുണ്ട്. ഖുർആനിൽ ഖുൽ വെച്ചിട്ട് ധാരാളം സൂറത്തുകളും ആയത്തുകളും കാണാം. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന ഒരുപാട് സൂറത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ കൂട്ടി ഓതാറുണ്ട്. കുല്ലഊദു കുല്ലഊദു. അപ്പോൾ കുൽ എന്നുള്ളിടത്ത് കുൽ സുക്കൂനിന് പകരം അവിടെ ഫത്തഹിട്ട് കൊടുത്ത് കുല്ല എന്നായി പോകുന്നുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? അതിനൊരു പോംവഴി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ശ്വാസം വിടാതെ തന്നെ നിർത്തി കുൽ ഖുൽ അഊദു ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് പറഞ്ഞ് ഖുൽ പറഞ്ഞിട്ട് നമ്മൾ ഓതണം. അവിടെ ശ്വാസം വിടേണ്ടതില്ല. ഖുൽ ഹുവല്ലാഹു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ഓതണം. അല്ലെങ്കിൽ അക്ഷരം അങ്ങോട്ട് കയറി ആ ഓത്ത് തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം. ഇതൊരു അറിയാത്ത അറിവുകളായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പലരും ഇത് ശ്രദ്ധിക്കാത്തതാണ്. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു തആല ഖുർആനൊക്കെ നല്ല രൂപത്തിൽ ഓതിയിട്ട് അതിൽ തന്നെ ശ്രദ്ധിക്കണം. ഖുൽ ഹുവല്ലാഹു ഓതുന്ന ആളുകൾ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് ഓതുന്ന ആളുകൾ ചിലപ്പോൾ കുൽഫു അല്ലാഹു എന്ന് പറയാറുണ്ട്. കുൽഫു അല്ലാഹു എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അർത്ഥമാണ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്തൊരർത്ഥമാണ്. വളരെ മോശമായ അർത്ഥമാണ്. അതിൻ്റെ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ചില വചനങ്ങളിൽ പെട്ടതാണത്. കുൽഫു കുൽഫു എന്നല്ല, ഖുൽ ഹുവല്ലാഹു. കണ്ടില്ലേ? അതപ്പോൾ കൂട്ടി ഓതുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകളാണ്. ഇത് കൂടുതൽ ഖുർആൻ നമ്മൾ ഓതുന്ന സൂറത്തുകളായതുകൊണ്ടാണ് ഉണർത്തിയത്. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈ അറിവുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകട്ടെ. പുതിയൊരു എപ്പിസോഡുമായി ഇൻഷാ അല്ലാഹ് കാണാം. തർബിയ മീഡിയയുടെ അറിയാത്ത അറിവുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.